ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മളെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വ്ളോഗും കണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണാൻ താരയിലുണ്ടെങ്കിൽ ഒന്ന് ഊട്ടിപ്പോയി കണ്ടിട്ട് വരിക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂടെ കൂട്ടുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഞാനൊരു ബ്രേക്ക് എടുത്തു. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എന്താ നീ വീഡിയോ ഇടാത്തതെന്ന്. വാട്സാപ്പിലാണ് ചോദിച്ചത് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. എന്നാൽ പിന്നെ ലാഗാക്കണ്ട, വേഗം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഈ ഷൂട്ടർ ഔട്ട്ഫിറ്റ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ തലേദിവസം വീട്ടിലായതുകൊണ്ട് ഇവിടെ ഭയങ്കര മേക്കപ്പ് ആയിരുന്നു. ബറാത്തിൻ്റെ നോമ്പും കൂടെ ആയതുകൊണ്ട് ആൾക്കാർ വരാൻ കുറച്ച് ലേറ്റ് ആയി. പക്ഷേ ഞങ്ങൾ ഒരുങ്ങാൻ നേരത്തോടെ തന്നെ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഞാൻ തലേസ് കയറുന്നത് കേട്ടോ. നമ്മളൊരു ദോൽക്കിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൈബ്രൻറ്റ് കളേഴ്സുള്ള ഡ്രസ്സ് ഇടാമെന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിങ്ക് ഷോള്, പച്ച പാൻറ്റ്, പച്ച കുപ്പായാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ടോപ്പും പലാസോ പാൻറ്റും ആയിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റേജ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രസനമാണ്. ബാക്കി നമ്മുടെ കല്യാണം എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് പറ. ഇനിയാണ് ഞങ്ങൾ ചെക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടി എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ചെക്കൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു ആശംസ വീഡിയോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരാളെ കൊണ്ട് ഒരു ആശംസ പറയിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതാ ഇവരൊക്കെയാണ് ഇതിൻ്റെ നായകന്മാർ. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അതാ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഒന്ന് പ്ലേ ചെയ്യാമെന്നുള്ള പരിപാടിയായിരുന്നു. കാരണം കുറേ ആൾക്കാരുണ്ടല്ലോ, എല്ലാവരുടെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് നാറ്റിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷേ നാറിയത് അവരായിരുന്നു കേട്ടോ. കാരണം കുറേ നേരം മെനക്കിട്ട ഒരു കൊണ്ടുവന്ന ഒരു മെഷീന് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഇവനാണ് ഇതിൻ്റെ മെയിൻ. ഈ പച്ച ഷർട്ട് ഇട്ടവൻ കേട്ടോ. അവൻ അവസാനം അവനക്ക് തന്നെ പണി കിട്ടി. അവനെ കൊണ്ട് മൊബൈലിൽ വെപ്പിച്ചു, ഡാൻസ് കളിപ്പിച്ചു. കുറേ പണി അവനക്ക് തിരിച്ചു കൊടുത്തിട്ട് അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ബാക്കിൽ കിടക്കുന്ന മുണ്ടിൻ്റെ വാപ്പാൻ്റെതാണ് കേട്ടോ. എന്നെ കൊണ്ട് ശല്യം ചെയ്യിപ്പിച്ച് എടുത്തുകൊണ്ട് വന്നതാണ്. കല്യാണ വീട് മൊത്തത്തിൽ അവർ ഇരുട്ടത്താക്കി. അതാണ് അവർ ആദ്യം ചെയ്തത്. കാരണം ഇരുട്ടത്താണല്ലോ ഈ സാധനം കാണാൻ കുറച്ച് മൊഞ്ചുണ്ടാവുള്ളൂ. കുറേ നേരമൊക്കെ കിടന്ന് നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ വക കുറേ ബഹളം വെച്ച്. കാരണം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറുന്ന സമയത്തായിരുന്നു ഇവർ ലൈറ്റ് ഓഫ് ആക്കൽ. കുറേ നേരം അങ്ങനെ ടൈം ലാഗായി. അവസാനം ഒന്നും നടക്കുന്നില്ല എന്നുണ്ടപ്പോൾ പിന്നെ അടുത്ത അവനക്ക് കുറച്ച് പണി കൊടുക്കുക എന്നുള്ളതായിരുന്നു. തൽക്കാലം ഓരോരുത്തരും ഫോണിക്ക് വാട്സപ്പിൽ വിട്ടുതരുന്നതായിരിക്കും ഓരോ വീഡിയോസും. അങ്ങനെ ആ കലാപരിപാടി നൈസായിട്ടാണ് പാളിപ്പോയ കാരണം നമ്മൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പെണ്ണിന് തലയിൽ വെക്കാനുള്ള കുറേ മുല്ലപ്പൂവും സാധനമൊക്കെ വാങ്ങിക്കാൻ പോകേണ്ട. മുല്ലപ്പൂ അല്ല കേട്ടോ, വേറെ ഇതൊക്കെ കളറൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് വാങ്ങി നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ കൊണ്ടെടുക്കണം. നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് റസീന റിയാസാണ് ഇൻസ്റ്റാഗ്രാമിലുള്ള കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എന്നെയൊക്കെ നന്നായി ഒരുക്കി തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ദോൽക്കിനായിട്ട് പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ബോറടിക്കണമല്ലോ വിചാരിച്ചു. അപ്പോൾ നാളെ അടുത്തായിട്ട്